ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാം. അങ്ങനെ ബിന്ദു കല്യാണത്തിൽ മണ്ഡപത്തിലിരുന്ന് കല്യാണം നടന്നു. പിന്നെ ഹീറോയാണ് ചോദിച്ച്, നിൻ്റെ സ്വത്ത് പണം എനിക്ക് വേണം, ഇല്ല നീ എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല. ബിന്ദുവിൻ്റെ അച്ഛൻ അമ്മയും ഉണ്ടായിരുന്നു. അത് ബിന്ദു എന്ന് അറിയാതെ അവന് ഇങ്ങനെ പോയിക്കൊണ്ടാക്കി പറയാൻ തുടങ്ങിയായിരുന്നു. എല്ലാവരും പോയപ്പോൾ അവനെ ബിന്ദു നച്ചത് മാസ്ക് ഊറി. ഇത് കണ്ട് ഷോക്കായി. ബിന്ദു നീയാ? എനിക്ക് അപ്ലൈ അറിയൂ എന്ന് PTS മെമ്പർ വന്നിരുന്നു. അപ്ലൈ എനിക്ക് അറിയുമെന്ന് ഹീറോയുടെ ഡാഡി പറഞ്ഞു. എനിക്ക് നിൻ്റെ മേലെ ഇപ്പോൾ ഡൗട്ടുണ്ട്, ഇപ്പോൾ കൺഫേം ആയി. അതിന് ബിന്ദുവിനെ വിളിച്ചോണ്ട് പോയി. ഹീറോയ്ക്ക് നിങ്ങളെന്താ സാർ ഇവിടെ ചെയ്യുന്ന? സാർ ഞാൻ ഹീറോയിനെ നോക്കിയിട്ട് ഹീറോമാർ പറഞ്ഞു തുടങ്ങി, പ്രിയ നമുക്ക് ഓൾറെഡി മാരേജ് ആയി, അതുകൊണ്ട് ടെലിസൺ മാരേജ് കഴിക്കാം. ഹീറോയ്ക്ക് ഷാക്ക്. അവിടെ താലി അവർ കൊണ്ടുവന്ന് ഹീറോയിനെ കൗതുക കേട്ടി. ഹീറോയ്ക്ക് ഒന്നും പിടികിട്ടില്ലായിരുന്നു. ഹീറോയിൻ്റെ ഡാഡിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവർ ഓൾറെഡി ഹീറോയിൻ്റെ ഡാഡിക്ക് അറിയുമായിരുന്നു. അതെ, ഇവർ കണ്ടായിരുന്നു. അവിടെ ഒരാൾ വന്നു. ഹീറോയിൻ പറഞ്ഞിരുന്നു. ഹീറോയിൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഒരു ശരി, ഓക്കെ, വാക്ക് കൊടുത്തായിരിക്കാം. രക്ഷിച്ചവർക്ക് ഞാൻ മോളെ മംഗളേജ് കൊടുക്കും. അങ്ങനെ ആൾ വന്നു. എങ്ങനെയുണ്ട് ഇപ്പം, സുഖം തന്നെയാണോ? സാർ നിങ്ങളെന്നെ ജീമ രക്ഷിച്ചായിരുന്നു. ശരി, പ്രശ്നമില്ല. നിങ്ങൾ എൻ്റെ മോനിക്ക് കല്യാണം കഴിപ്പിക്കാൻ അറിയാതെ നിങ്ങൾ അവർ കല്യാണം കഴിപ്പിക്കാൻ PTS മെമ്പറെ ഡാഡി പറഞ്ഞു. ശരി, സാറില്ല, ഇവരെ കൂടെ എൻ്റെ പ്രശ്നമില്ല. ഹീറോയ്ക്ക് കാണിച്ചതായി. എന്നാൽ ഹീറോമാർ മാരേജ് കഴിച്ചു. അതുമാത്രമല്ല ഒരു ചടങ്ങുണ്ടായിരുന്നു. അതെ, അവിടെ പോയി അവർ ബ്ലഡ് കൊടുത്തു. അതിന് ചടങ്ങ് കഴിഞ്ഞ് മൊത്തം അവർ മനുഷ്യനായി മാറി. പവർ മാത്രം ഇവർക്ക് ചെയ്യും. അവർ മെർമെയ്ഡ് ആവാൻ പറ്റില്ല. ഹീറോമാരുടെ ഡാഡിക്കും ലവ് ചെയ്ത് മാരേജ് കഴിച്ചു. അതുകൊണ്ട് അവരിപ്പോൾ മനുഷ്യനെ ആയിരുന്നു. അത് PTS മെമ്പർ മെർമെയ്ഡായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഡാഡി കുറച്ച് ചെയ്തില്ലായിരുന്നു. കുറച്ച് ടപ്പ് ചെയ്തുകൊണ്ട് അവർ മെർമെയ്ഡായിട്ട് മാറിയായിരുന്നു. അങ്ങനെ ഡാഡിൻ്റെ വൈഫ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഡാഡി മാത്രം കുട്ടികളെ നോക്കുമായിരുന്നു. അത് വൈഫ്മാർ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് PTS മെമ്പർ കറക്റ്റ് എല്ലാ ജോലി ചെയ്ത് കഴിഞ്ഞു. അതുമാത്രമല്ല അവരുടെ പ്രശ്നം സോൾവായി. ഹീറോയ്ക്ക് കൂടെ ലൈഫ് സന്തോഷത്തെ. ഹീറോയ്ക്ക് ഹീറോമാർ പിടിക്കുമായിരുന്നു. അവർ കൂടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ലൈഫ് ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഓരോ ബേബീസ് ഉണ്ട്. 7 പേർക്കും ബോയ്സ് ഉണ്ട്. ഒരു ഗേൾ, 7 ബോയ്സ് ബേബി. 3 വയസ്സ് ഗേൾ ബേബിക്ക്, ബോയ് ബേബിക്ക് 7 വയസ്സ്. കുട്ടികൾ അങ്ങോട്ട് ഓടി കളിക്കായിരുന്നു. ഇപ്പോൾ അതിന് ഇത് കഴിച്ചോ, വേണ്ട ചേട്ടാ, വേണ്ട എന്ന് കുട്ടി ഓടി കളിക്കുക. ഹീറോ ഇത് നോക്കുക, എന്താ ഇവിടെ നടക്കുന്നിവിടെ. ഹീറോയിൻ നോക്കുമായിരുന്നു. എന്ത് ചെയ്യാൻ? PTS മെമ്പർ പറഞ്ഞാൽ ഞങ്ങൾ ജോബൊക്കെ പോവാം, നീ ഇവിടെ വീട്ടിലിരുന്നു എന്നവർ എല്ലാവരും പോയായിരുന്നു. ഹീറോയ്ക്കൊന്നും മനസ്സിലല്ല. എന്താ ലൈഫ്. അങ്ങനെ ഹീറോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു, സന്തോഷമായിരുന്നു. ഹീറോയിൻ്റെ മോം ഡാഡി എല്ലാം വന്നു. ഡാഡി വന്ന് പറയാൻ തുടങ്ങി, എങ്ങനെയുണ്ട് സുഖം തന്നെ, സുഖം ഡാഡ്. അങ്ങനെ വീട്ടിലെല്ലാം ഫാമിലി ആയിട്ട് എല്ലാം ഡിന്നർ കഴിച്ചു. ഹീറോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുട്ടികളെ കൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. കുട്ടികൾ ഓടി കളിച്ച് ആഞ്ഞു കളിക്കുകയായിരുന്നു. കുട്ടികൾക്കും പവർ ഉണ്ടായിരുന്നു. ബോയ് ബേബിക്ക് ഇപ്പോൾ അവർക്ക് പവർ മാത്രമേ ഉള്ളത്, വേറെ ഒന്നുമില്ല. കുട്ടികൾ എൻജോയ് ചെയ്ത് ഹാപ്പി ഫാമിലിയായി മാറാൻ തുടങ്ങി. ബേബീസ് പറയുന്നുണ്ട്, എന്താ കുട്ടികൾ കെയറിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹാപ്പി എൻഡിങ്.